മോശം ഭാഷയിൽ സിനിമാ റിവ്യൂ നടത്തുന്നവരോട് മറുപടി പറയാനില്ലെന്ന് നടൻ അർജുൻ അശോകൻ. അൻപോട് കൺമണി എന്ന പുതിയ സിനിമയുടെ ഗൾഫ് റിലീസിംഗിന്റെ ഭാഗമായി ദുബായിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോഷ്യൽ മീഡിയയിലെ സിനിമാ വിലയിരുത്തലുകൾ പലപ്പോഴും പരിഹസിക്കലായി മാറുന്നുണ്ടെന്ന് സംവിധായകൻ ലിജു തോമസും അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങൾ ചിലപ്പോൾ ചേട്ടൻ അല്ലെങ്കിൽ വേറെ ആൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ ഒരു സിനിമനെ പറ്റി കീറി മുറിക്കുക അല്ലെങ്കിൽ ഒരു റെസ്പെക്ട്ഫുള്ളി പറയുക അല്ലെങ്കിൽ അത്രയും ഡിസ്റെസ്പെക്ട് ചെയ്ത് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന രീതിയിലാണ് റിവ്യൂവർ സംസാരിച്ചത്. പക്ഷെ നമ്മളത് റിയാക്ട് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. കാരണം അയാൾക്ക് സംസാരിക്കാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്, അംഗീകരിക്കുക അതിനെപ്പറ്റി പറയാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്. പുള്ളി കാശ് കൊടുത്ത് പടം കണ്ടതാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൽ നമുക്ക് തോന്നുന്ന ശരിയായിട്ടുള്ള ഭാഗങ്ങൾ എടുത്തിട്ട് തിരുത്താന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അതിനെ അഗെയിൻസ്റ്റ് സംസാരിക്കാനോ അതിനെ പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ വ്യത്യാസം ഉണ്ടാവില്ല അത് തമ്മിൽ. അപ്പോൾ ജസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, ഇത്ര ആൾക്കാരുടെ പരിപാടിയാണ്. അത് മുപ്പരൊക്കെ അറിയണമെന്നില്ല, അല്ലെങ്കിൽ ആർക്കും അറിയണമെന്നില്ല. പക്ഷേ തരം താഴ്ത്തി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ പറയാം. അത് എന്നെ സംബന്ധിച്ച് അയാളൊരു കോമഡി പീസായിട്ട് ഞാൻ അയാളെ കാണുന്നുള്ളൂ. കാരണം അയാൾ മാന്യമായ ഭാഷയിൽ വിമർശിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് വളരെ നമ്മളെ പരിഹസിക്കുന്ന രീതിയിലും അതൊക്കെ വരുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഉണ്ട്, തീർച്ചയായിട്ടും. അല്ല, ഈ പരിഹാസം കാണാൻ ആളുണ്ട്, അതാണ് അയാളുടെ വയറ്റിപ്പിഴപ്പ്. അതുകൊണ്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്നുള്ളൂ. കുട്ടികളില്ലാത്ത ദമ്പതികൾ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് അൻപോട് കൺമണി എന്ന സിനിമയുടെ ഇതിവൃത്തം. ഇത്തരം ദമ്പതികൾ മാത്രമല്ല, പ്രവാസികളടക്കമുള്ളവർ സ്ഥിരമായി വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നവരാണെന്ന് നടി അനഘ നാരായണൻ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്യാൻ നാട്ടുകാരുണ്ടാവും. ഇപ്പോൾ ഗൾഫിൽ നിന്ന് നിങ്ങളിപ്പോൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത് തിരിച്ചു പോകണമെന്നുള്ളൊരു ക്വസ്റ്റ്യനും ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ അടുത്തും ആൾക്കാർ ചോദിക്കും, ഇപ്പോൾ പടമൊന്നും ഇല്ലേ, അല്ലെങ്കിൽ പടം ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങുന്നില്ലേ, അടുത്തത് എപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഈ സ്റ്റോറി കേട്ടപ്പോഴും ആ ഒരു തോട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് പ്രശ്നം കുറച്ച് സീരിയസ് ആണ്. അൻപോട് കൺമണി എന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ നിർമ്മിച്ച വീട് ഭവനരഹിതനായ സുഹൃത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞത് സ്വപ്ന സാക്ഷാത്കാരമായിരുന്നുവെന്ന് തിരക്കഥാകൃത്ത് അനീഷ് പറഞ്ഞു. നടൻ നവാസ് വള്ളിക്കുന്ന്, ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടർ രാജൻ വർക്കല തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദുബായ്.